ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 18 വർഷങ്ങൾക്ക് ശേഷം വരുന്ന അതിവിശേഷപ്പെട്ട ഒരു ദിവസം. ഈ ദിവസം എക്കാരണത്താലും നമ്മൾ വിട്ടുകളയരുത് എന്ന് തന്നെ ഞാനിവിടെ പറയുന്നതാണ്. കാരണം 2026 ആദ്യത്തെ വിഷ്ണുപതി പുണ്യകാലമാണ് നാളെ. അതുമാത്രമല്ല, കുംഭമാസം 1-ാം തീയതി, ഏകാദശി, വെള്ളിയാഴ്ച തുടങ്ങിയ അനേകം നന്മകൾ ഒത്തുചേർന്നു വരുന്ന ഒരു ദിനം കൂടിയാണ് നാളെ. ഈ ഒരു ദിവസത്തിൽ ആരൊരാൾ ക്ഷേത്ര ദർശനം നടത്തുകയും നമ്മുടെ വെങ്കടാചലപതി ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയും മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ജപിക്കുകയും ചെയ്യുന്നുവോ, ഈ 2026 അവസാനിക്കുമ്പോഴേക്കും അവരുടെ വീട്ടിൽ സാമ്പത്തിക നില ഉയർന്നിട്ടുണ്ടാകും. അതുമാത്രമല്ല, കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിച്ചിട്ടുണ്ടാകും. സാമ്പത്തികപരമായി ഉന്നമനത്തിലെത്തിയാൽ എന്താണ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടുവാൻ ഒരുപാട് കാലം ഇനി കാത്തിരിക്കേണ്ടതായിട്ട് വരികയുമില്ല. അതുമാത്രമല്ല, പണയപ്പെടുത്തിയ സ്വർണങ്ങളുണ്ടെങ്കിൽ തിരിച്ചെടുക്കുവാൻ സാധിക്കും. അതുപോലെ പുതിയ വീട് അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിറവേറി കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. കാരണം നാളെ വെങ്കടാചലപതി ഭഗവാനും മഹാലക്ഷ്മി ദേവിക്കും കുലദൈവങ്ങൾക്കും അനുയോജ്യമായ ഒരു ദിനം കൂടിയാണ്. നാളെ ക്ഷേത്ര ദർശനം നടത്തേണ്ട അല്ലെങ്കിൽ വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്ന ആ ഒരു സമയം വരുന്നത് നാളെ പുലർച്ചെ, അതായത് രാത്രി 1:30 മുതൽക്ക് രാവിലെ 10:30 വരെ സമയമുണ്ട്. പക്ഷെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽക്ക് 10:30 വരയ്ക്കുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും വിഷ്ണു ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നമ്മൾ നാളെ വീട്ടിലേക്ക് വാങ്ങിച്ചു വരേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഞാൻ പറയാം. അതായത് സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റതും തന്നെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളിക്കുക. തലയിൽ എണ്ണയെല്ലാം തേച്ച് നമ്മൾ ശുദ്ധമായി കുളിച്ചതിനു ശേഷം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നമ്മുടെ ഭഗവാനും മഹാലക്ഷ്മി ദേവിക്കും ദീപം തെളിയിക്കണം. എന്തു ദീപം തെളിയിക്കണം? നെയ് ദീപം തെളിയിക്കണം. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു മധുര പലഹാരങ്ങളോ പഴങ്ങളോ ഉണ്ടെങ്കിൽ അത് നൈവേദ്യമായിട്ട് സമർപ്പിക്കുക. ഇത് മാത്രമല്ല, നാളെ രാവിലെയും വൈകുന്നേരവും നമ്മൾ ഉപ്പ് ദീപം തെളിയിച്ചു പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ രാവിലെ 6 മണി മുതൽക്ക് 7 മണി വരെയുള്ള ശുക്രഹോര സമയത്ത് നമ്മുടെ വീട്ടിൽ ആരോടെങ്കിലും ഒരു കവർ കല്ലുപ്പ് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയാം, മുല്ലപ്പൂ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയാം. അതുപോലെ തന്നെ പാല്, ഇങ്ങനെ വെളുത്ത നിറത്തിലുള്ള ശുഭകരമായ സാധനങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഇതുമാത്രമല്ല, നമ്മൾ വെളുത്ത നിറത്തിലുള്ള 27 പൂക്കൾ എടുത്തു വയ്ക്കുക. നമുക്ക് എപ്പോഴാണോ രാവിലെ 10:30 രാവിലെ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നത് ആ സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോവുക. ഈ 27 പൂക്കളും നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ടാകണം. ഈ 27 പൂക്കളോടൊപ്പം തന്നെ 27 നാണയങ്ങളും 1 രൂപയോ 2 രൂപയോ കലർന്നോ എങ്ങനെ വേണമെങ്കിലും 27 നമ്മൾ എണ്ണം കണക്കിലെടുക്കാം. ഈ നാണയത്തൊട്ടുകളും കൊണ്ടുപോയി നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് കൊടിമരത്തോടുകൂടിയോ അല്ലെങ്കിൽ ക്ഷേത്രം മുഴുവനായിട്ടോ 27 പ്രാവശ്യം നമ്മൾ വലം വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. വലം വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ നാവിൽ ഓം നമോ നാരായണ, ഓം ശ്രീ ലളിതം ലംബോദരം, ഓം നമോ നാരായണ, ഓം ശ്രീ ലളിതം ലംബോദരം എന്നീ തുടങ്ങുന്ന 2 മന്ത്രങ്ങൾ മാത്രം ജപിച്ചുകൊണ്ടേ നമ്മൾ ഓരോ വലം പൂർത്തിയാക്കുമ്പോഴും അവിടെ ഗരുഡ ഭഗവാന്റെ മുൻപിൽ ഒരു പുഷ്പം സമർപ്പിച്ച് വീണ്ടും വലം വെച്ച് വീണ്ടും സമർപ്പിച്ച് ഇങ്ങനെ 27 വലം നാളെ വെക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ചു കഴിഞ്ഞ് സാഷ്ടാംഗം ഭഗവാന്റെ മുൻപിൽ, അതായത് ഗരുഡ ഭഗവാന്റെ മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഗരുഡ ഭഗവാന്റെ മന്ത്രജപങ്ങൾ അറിയുമെങ്കിൽ നാളെ അത് ചൊല്ലുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്താണോ ആവശ്യം, എൻ്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറിക്കിട്ടണം, ഈ 2026 വർഷാവസാനമാകുമ്പോഴേക്കും ഞാൻ ആഗ്രഹിച്ചതുപോലുള്ളൊരു ജീവിതം എനിക്ക് ജീവിക്കുവാൻ സാധിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. ഇതിനോടൊപ്പം അടുത്ത വിഷ്ണുപതി പുണ്യകാലമാകുമ്പോഴേക്കും നമ്മുടെ കടങ്ങൾ പകുതി കുറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾ 51 അല്ലെങ്കിൽ 101 ഇങ്ങനെ 1 രൂപ അല്ലെങ്കിൽ 7 രൂപ കണക്കിൽ എത്ര രൂപ വേണമെങ്കിലും, അതായത് ഉദ്ദേശിച്ചത് 500 രൂപയാണെങ്കിൽ 501 അല്ലെങ്കിൽ 507, 511 ഇങ്ങനെ ഒറ്റ രീതിയിൽ വരുന്ന കണക്ക് പ്രകാരം നമ്മൾ കാണിക്ക സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിക്കാം. അത് 1 രൂപയാണെങ്കിലും 7 രൂപയാണെങ്കിലും 11 രൂപയാണെങ്കിലും 100 ആണെങ്കിലും 500 ആണെങ്കിലും 1000 ആണെങ്കിലും ഈ രീതിയിൽ കണക്ക് വരുന്ന പ്രകാരം മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് വീണ്ടും ക്ഷേത്രത്തിനകത്തേക്ക് കയറി നമ്മുടെ
പെരുമാളിൻ്റെ പാദം നോക്കി പ്രാർത്ഥിച്ച് മാർബിൽ നെഞ്ചത്ത് മഹാലക്ഷ്മി ദേവിയുണ്ട്, അവരെയും നോക്കി ഓം മഹാലക്ഷ്മി ദേവ്യേ നമ, ഓം മഹാലക്ഷ്മി ദേവ്യേ നമ, ഓം മഹാലക്ഷ്മി ദേവ്യേ നമ എന്നുള്ള മന്ത്രം 27 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം നമ്മൾ ഓം നമോ വെങ്കിടേശായ, ഓം നമോ വെങ്കിടേശായ എന്നുള്ള മന്ത്രം ജപിച്ച് 27 പ്രാവശ്യം ജപിച്ച് ഭഗവാനെ കൺകുളിരെ കണ്ടതിനു ശേഷം അവിടെ ഒരു 5-10 മിനിറ്റോ ഇരുന്ന് കണ്ണുകൾ അടച്ച് ഭഗവാന്റെ ഓം നമോ വെങ്കിടേശായ എന്നുള്ള തിരുനാമം ജപിച്ച് ധ്യാനം ചെയ്യാവുന്നതാണ്. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ നമ്മുടെ ആവശ്യങ്ങളും ഭഗവാനും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതല്ലാതെ മറ്റേതൊരു ചിന്തകളും നാളെ നമ്മുടെ മനസ്സിൽ വരരുത്. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മധുര പലഹാരം, ലഡു ആണെങ്കിലും ജിലേബി ആണെങ്കിലും, ഇനി അഥവാ നമുക്ക് വീട്ടിലേക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയാണെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വയ്ക്കുക. നാളെ വൈകുന്നേരം വീണ്ടും ദീപം തെളിയിച്ച് നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ജപിക്കാം, അല്ലെങ്കിൽ കനകധാരാ സ്തോത്രം ജപിക്കാം, ഓം ശ്രീ ലളിതം ലംബോദരം എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ജപിക്കാം. മഹാലക്ഷ്മി ദേവിയുടെ ഏത് മന്ത്രം വേണമെങ്കിലും നാളെ നമുക്ക് ജപിക്കാവുന്നതാണ്. ഇത് ജപിച്ച് കർപ്പൂര ദീപം ആരതി കാണിക്കുക, ഉപ്പ് ദീപം തെളിയിക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന ആ മധുര പലഹാരങ്ങൾ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുക്കാവുന്നതാണ്. നാളെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ. നാളെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി നമ്മുടെ ജീവിതത്തിലെ ധനവരവ് വർദ്ധിക്കുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട താന്ത്രികം കൂടി പറയുന്നുണ്ട്. ഇത് നമ്മുടെ കുലദൈവത്തിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട താന്ത്രികമാണ്. ഇത് നാളെ വിഷ്ണുപതി പുണ്യകാലം എന്നതുകൊണ്ടല്ല ഞാൻ ചെയ്യാനായിട്ട് പറയുന്നത്. നാളെ നമുക്ക് വെള്ളിയാഴ്ച ദിവസമാണ്, കുംഭമാസം 1-ാം തീയതിയും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു താന്ത്രികം തീർച്ചയായിട്ടും ചെയ്യണം. അതായത് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും ചെമ്പുണ്ടാകും. നമ്മളെല്ലാവരും കലശം വെച്ച് വഴിപാട് ചെയ്യുന്ന രീതികളുണ്ടാകും. ഒരു ചെറിയ ചെമ്പ് ഏതെങ്കിലും ഉണ്ടാകും. ആ ഒരു ചെമ്പെടുക്കുക, അത് നല്ല ശുദ്ധമായി കഴുകി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് ഒരു ചെറിയ പൂക്കൾ കൊണ്ട് അതിൻ്റെ ആ ഒരു വായുടെ ഭാഗത്തിൽ നമുക്കൊന്ന് അലങ്കാരം ചെയ്യാം. സാധിക്കുമെങ്കിൽ ചെയ്യുക. ഇനി അഥവാ അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ശുദ്ധമായ വെള്ളം ചെമ്പിൻ്റെ 1/4 ഭാഗത്തോളം എടുക്കാം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ പനിനീരുണ്ടെങ്കിൽ അതിൽ കുറച്ച് പനിനീര് കലർത്തി ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം, 2 ഏലയ്ക്ക, അതിനോടൊപ്പം തന്നെ 1 രൂപ നാണയം, കൂടെ തന്നെ 3 ഗ്രാമ്പു എന്നിവ ഇട്ട് അതിൽ നമുക്ക് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ എത്ര കിട്ടുമോ അത്ര, 11 പുഷ്പങ്ങളാണെങ്കിൽ 11 അല്ലെങ്കിൽ 3 ഇങ്ങനെ നമുക്ക് വെച്ച് അലങ്കാരം ചെയ്ത് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് അത് കുലദൈവമായിട്ട് മനസ്സിൽ ധ്യാനിക്കുക. ഒരു ചെറിയ തട്ടോ ഒരു വാഴയിലയോ ഇട്ട് അതിന് മുകളിൽ കുറച്ച് പച്ചരിയും ആ പച്ചരിയുടെ നടുവിൽ കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കുങ്കുമവും ഇട്ട് അതിന് മുകളിൽ ഈ ചെമ്പ് വെച്ച് നമുക്ക് ഓം കുലദേവതായേ നമ, ഓം കുലദേവതായേ നമ എന്നുള്ള മന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ കുലദൈവത്തിൻ്റെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് ജപിക്കാം. ഇങ്ങനെ നാളെ രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾ മറക്കാതെ ജപിച്ചു നോക്കുക. ശുക്രഭഗവാന്റെ അനുഗ്രഹം, കുലദൈവത്തിൻ്റെ അനുഗ്രഹം, വെങ്കിടാചലപതി ഭഗവാന്റെ അനുഗ്രഹം, മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തുടങ്ങി നമ്മുടെ കഷ്ടപ്പാടുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന സകല ദേവതമാരുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ വീണ്ടും പറയുകയാണ്, നാളത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 18 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ദിനം കൂടി ആയതിനാൽ തന്നെ നമുക്ക് ഈ ഒരു ശുഭദിനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വരുന്ന ഒന്നല്ല. എപ്പോഴും ഞാൻ ഇതുപോലുള്ള പൂജകൾ ചെയ്യുവാനായിട്ട് പറയുന്നില്ല. പക്ഷെ നാളത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് നാളെ ആർക്കെങ്കിലും ഒരു 3 പേർക്കെങ്കിലും തൈര് സാദം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ദാനമായിട്ട് കൊടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. തീർച്ചയായിട്ടും കർമ്മ പാപ ഫലങ്ങളെല്ലാം തന്നെ ഇല്ലാതായി പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നാളെ മറക്കാതെ ചെയ്യേണ്ട ഈ ഒരു വഴിപാട്, താന്ത്രികം, ചൊല്ലേണ്ട മന്ത്രം, ക്ഷേത്ര ദർശനത്തിന് പോകേണ്ട സമയം എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകം എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമ.